നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പ്രണയം കടന്ന് പരിണയം. അഭ്യൂഹങ്ങൾക്കൊടുവിൽ ദിലീപിനും കാവ്യയ്ക്കും പ്രണയ സാഫല്യം. കുടുംബാംഗങ്ങളെയും ചലച്ചിത്ര രംഗത്തെ പ്രമുഖരെയും സാക്ഷി നിർത്തി ഇരുവരും വിവാഹിതരായത് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ രാവിലെ 10 മണിയോടെ. വിവാഹത്തിന് മകൾ മീനാക്ഷിയുടെ പൂർണ്ണ പിന്തുണയെന്ന് ദിലീപ്. പ്രണയവാർത്തകൾ നിഷേധിക്കുകയും സുഹൃത്തുക്കളായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്ത താരജോഡികളുടെ വിവാഹ പ്രഖ്യാപനം പുറത്തുവന്നത് രാവിലെ. വിവാഹത്തിനും പുതിയ കുടുംബജീവിതത്തിനും പ്രേക്ഷകരുടെ പിന്തുണയും ആശംസകളും ഉണ്ടാകണമെന്ന് ഫേസ്ബുക്കിൽ ദിലീപ്. വിവാഹ ചടങ്ങിൽ ആശംസകളുമായി താരങ്ങളും സംവിധായകരും ഉൾപ്പെടെ പ്രമുഖരുടെ നിര. മമ്മൂട്ടി, ജയറാം, മീര ജാസ്മിൻ, രേവതി, ചിപ്പി, ജോമോൾ തുടങ്ങിയവർക്ക് പുറമെ സംവിധായകരായ ജോഷി, സിദ്ദിഖ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഒരുപാട് സന്തോഷമെന്ന് കാവ്യമാധവൻ. 1000-ന് ഗുഡ് ബൈ. 1000-ന്റെ കറൻസി ഔട്ട്. അസാധുവാക്കപ്പെട്ട 1000 രൂപ നോട്ട് ഉപയോഗിച്ച് ഇന്ന് മുതൽ ഒരിടപാടും സാധ്യമല്ല. അനുവദിക്കപ്പെട്ട അവശ്യ സേവനങ്ങൾക്ക് ഡിസംബർ 15 വരെ 500-ന്റെ നോട്ട് ഉപയോഗിക്കാം. 2 കറൻസികളും ഡിസംബർ 31 വരെ ബാങ്കിൽ നിക്ഷേപിക്കാൻ തടസ്സമില്ല. വെള്ളക്കരവും വൈദ്യുതി ബില്ലും അടയ്ക്കാൻ വ്യക്തികൾക്ക് ഡിസംബർ 15 വരെ 500 രൂപ നോട്ട് ഉപയോഗിക്കാം. പെട്രോൾ പമ്പുകളിലും സർക്കാർ ആശുപത്രികളിലും റെയിൽവേ കൗണ്ടറുകളിലും പഴയ 500-ന് ഡിസംബർ 15 വരെ അനുമതി. അസാധുവാക്കപ്പെട്ട നോട്ടുകൾ ഇനി മുതൽ ബാങ്കുകൾ മാറ്റി നൽകില്ല. അതേസമയം നോട്ട് നിരോധനത്തിനു ശേഷം ബാങ്കുകളിൽ നിക്ഷേപിച്ച വലിയ തുകകൾക്ക് വൻ നികുതി ചുമത്താൻ കേന്ദ്ര തീരുമാനം. നികുതിയും പിഴയും അടക്കം നിക്ഷേപത്തിന്റെ 60% വരുമെന്ന് സൂചന. ഇതിനായി ആദായ നികുതി നിയമത്തിൽ ഭേദഗതി വരുത്തും. മുനകൂർത്ത മറുപടി. നോട്ട് നിരോധനത്തിൽ രാഷ്ട്രീയ പ്രതിഷേധം കനക്കവേ കൂടുതൽ വിശദീകരണവുമായി പ്രധാനമന്ത്രി. കറൻസി നിരോധനം നടപ്പാക്കിയത് സുതാര്യത ഉറപ്പാക്കാൻ. സാധാരണ ജനങ്ങൾ കള്ളപ്പണക്കാർക്കെതിരായ പോരാളികളെന്നും നരേന്ദ്രമോദി. അതേസമയം നോട്ട് നിരോധനം സംബന്ധിച്ച് മോദി ഇന്നും പാർലമെന്റിൽ സംസാരിച്ചേക്കില്ല. സർക്കാർ തീരുമാനത്തെ അധിക്ഷേപിക്കുന്ന പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് നേരെ മോദിയുടെ കടന്നാക്രമണം. പ്രതിപക്ഷം ആരോപിക്കുന്നത് നോട്ട് നിരോധനം നടപ്പാക്കിയത് തയ്യാറെടുപ്പില്ലാതെയെന്ന്. തയ്യാറെടുപ്പിന് അവസരം നൽകാതിരുന്നത് കള്ളപ്പണക്കാർക്കെന്നും നരേന്ദ്രമോദി. ഇറാഖിൽ IS ക്രൂരത. ഇറാഖിൽ വീണ്ടും ചാവേർ സ്ഫോടനം. ബാഗ്ദാദിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ ഹില്ലയിൽ IS ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 80 പേർ കൊല്ലപ്പെട്ടു. ആക്രമണമുണ്ടായത് വിശുദ്ധ നഗരമായ കർബാലയിൽ നിന്ന് മടങ്ങിയ ഷിയ തീർത്ഥാടകർക്കു നേരെ. സ്ഫോടനത്തിൽ 50ഓളം പേർക്ക് പരിക്ക്. ഇതിൽ പലരുടെയും നില ഗുരുതരമെന്ന് റിപ്പോർട്ട്. തീർത്ഥാടക സംഘം കയറിയ റെസ്റ്റോറന്റിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു. സ്വർണ്ണ വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരുട്ടിലും മിന്നും ഫയർഫ്ലൈ ഡയമണ്ട്സ് ബിഹാഫ് ഓഫ് തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. സ്വർണം ഗ്രാമിന് 2730 രൂപ, പവൻ 21,840 രൂപ, വെള്ളി ഗ്രാമിന് 41 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇരുട്ടിലും മിന്നും ഫയർഫ്ലൈ ഡയമണ്ട്സ് ബിഹാഫ് ഓഫ് തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം വീണ്ടും കാണാം. നമസ്കാരം.